നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവനെ കാണുമ്പോഴും അവൻ അടുത്ത് വരുമ്പോഴും ഒക്കെ എന്റെ ജീവിതത്തിലെ ആ വെറുക്കപ്പെട്ട നിമിഷം ഞാൻ ഓർത്തു പോവും. അപ്പോഴെങ്ങനെയൊക്കെ ആയി പോകുന്നത്, അപ്പോഴെങ്ങനെയൊക്കെ പെരുമാറി പോകുന്നത്. കരയണ്ട. ആഹാ, അത് കൊള്ളാലോ. സമയായെന്ന് വല്ല ബോധമുണ്ടോ? എടി എഴുന്നേറ്റ്. എടി എടി ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ മതി ഉറങ്ങിയത്. ഒറ്റ ദിവസം പോലും ഉറങ്ങാൻ സമ്മതിക്കില്ലാന്ന് നിർബന്ധാണോ അച്ഛന്? നീ വേഗം ഇങ്ങോട്ട് എഴുന്നേറ്റെ. നീ ഇങ്ങോട്ട് മാറിക്ക്. മക്കളെ, മോളെ, ഈ നേരം വരെ കിടന്നുറങ്ങിയില്ലേ? ഇനി ക്ലാസ്സിൽ പോകണ്ടേ? ഞാൻ ഇന്ന് ലീവാ. എന്തിന്റെ ലീവ്? ഞാൻ ഇന്ന് ലീവ് എടുത്തു. ഞാൻ ഇവിടെ ഇന്ന് അപ്പൂപ്പന്റെ കൂടെ ഇരുന്നാളാം. അതൊന്നും വേണ്ട മോളെ, ആ ലീവ് ഞാനങ്ങ് ക്യാൻസൽ ചെയ്തു. നീ പെട്ടെന്ന് പോയി വേഗം റെഡിയായേ. വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. അപ്പൂപ്പ, ഈ അച്ഛൻ കുഞ്ഞില് വെളുപ്പിനെ എന്നെ എണീക്കുമായിരുന്നോ? വെളുപ്പിനൊന്നും എഴുന്നേക്കല്ല, എഴുന്നേക്കുമ്പോ എഴുന്നേക്കും. എന്നാ അച്ഛനോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക്. കുട്ടികൾ ഇറങ്ങുമ്പോ അവര് ഉണർത്താൻ പാടില്ലാന്ന്. അത് ഞാനങ്ങ് സഹിച്ചു. മോളിങ്ങി വന്നേ. മര്യാദക്ക് ഇറങ്ങാനാ പറഞ്ഞത്. ഞാൻ സ്കൂളിൽ കൊണ്ടാക്കാം. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്. വിടടാ. അച്ഛനോടൊന്ന് പറ. ഞാനിവിടെ ഇതിലേതാ ഇരുന്നോളാം. കുഞ്ഞ്? സുന്ദരിയായോ? ഓ, ഇതുപോലൊരു സുന്ദരി വേറെ ലോകത്തൊന്നുമില്ല. ഈ സോക്സ് ഒന്ന് ഇട്ടങ്ങ്. എനിക്കെങ്ങും വയ്യ. നീ നിന്റെ നിത്യാമ്മയോട് പറ. നിത്യാമ്മ റെഡിയാവല്ലേ? നിത്യാമ്മക്ക് ജോലി ഉള്ളതല്ലേ? ജ്യോതിയല്ലേ ഇവിടെ വെറുതെ ഇരിക്കുന്നേ? മര്യാദ കിട്ടുന്നോ? എടാ, കാല് താത്തടാ. ഇല്ല, കാല് മാറ്റ. നിത്യാമ്മേ, അയ്യോ. എന്താ ജ്യോതി, എന്തീ കാണിക്കുന്നേ? നിത്യാമ്മ, ഈ ജ്യോതി എപ്പോഴും എന്നോട് ഇങ്ങനെയാ. നിത്യാമ്മ, എന്തിനാ ജ്യോതിക്ക് എന്നോട് ഇത്രയും ദേഷ്യം? അതേ, ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ടാ. ഇഷ്ടം കൂടുതലുള്ളവരാ കൂടുതലായിട്ട് ദേഷ്യം കാണിക്കാം. ആദിമോൻ ഇവിടെ ഇല്ലാത്തപ്പോ ജ്യോതി ആദിമോനെ കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. കേട്ടോ? മോന്റെ മുറി വൃത്തിയാക്കുന്നതൊക്കെ ജ്യോതിയമ്മയാ. പിന്നെ പഠിക്കാനുള്ള ബുക്കൊക്കെ എടുത്തു വെച്ചോ? ആ,
ഞാൻ കട്ടിൽ എടുത്തു വെച്ചിട്ടുണ്ട് നിത്യമ്മേ. ആണോ? ഞാൻ ഇനി ആ ഷൂസ് ഇട്ടോളാം. ആ, പോയി ബാഗ് എടുത്തിട്ട് വാ. ഇറങ്ങാറായില്ലേ? ജ്യോതി, നീ കാണിക്കുന്നതൊക്കെ ശരിയാണോ? അവനൊരു ചെറിയ കുട്ടിയാ. അവന്റെ മനസ്സിന് മുറിവേറ്റ എത്ര കാലം കഴിയാതെ മാറാന്നറിയോ? എന്താ മോളെ ഇങ്ങനെ? അവൻ ഒരു തെറ്റും നിന്നോട് ചെയ്യുന്നില്ലല്ലോ. ഇല്ലെന്നറിയാം നിത്യേച്ചി. പക്ഷേ അവനെ കാണുമ്പോഴും അവൻ അടുത്ത് വരുമ്പോഴും ഒക്കെ എന്റെ ജീവിതത്തിലെ ആ വെറുക്കപ്പെട്ട നിമിഷം ഞാൻ ഓർത്തു പോവും. അപ്പോഴെങ്ങനെയൊക്കെ ആയി പോകുന്ന, അപ്പോഴെങ്ങനെയൊക്കെ പെരുമാറി പോകുന്നത്. കരയണ്ട. അമ്മേ, ആരോ വരുന്നുണ്ടല്ലോ. ആ, നിത്യ ജോലിക്ക് പോകാൻ ഇറങ്ങിയതാണോ? ആ, ഇറങ്ങാ. അല്ല, എന്താ ഇതൊക്കെയായിട്ട്? വീട്ടിലൊരു ഐശ്വര്യപൂജയുണ്ട്. ബന്ധുക്കളും ചുറ്റുപാടുള്ളവരെയൊക്കെ ക്ഷണിക്കണമെന്ന് തിരുമേനി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സുജാത മക്കളെ രണ്ടുപേരും കൂട്ടി പൂജയെ പങ്കെടുക്കണം. അതിനെന്താ, നല്ല കാര്യല്ലേ? അതെ, പൂജ നടക്കുന്ന കൂട്ടത്തില് എന്തെങ്കിലും പ്രാർത്ഥനയുണ്ടെങ്കിൽ അത് ആരുടെ പേരിലാണെന്ന് തിരുമേനിയോട് പറഞ്ഞാൽ മതി. അദ്ദേഹം അതിനും പ്രത്യേക പൂജ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊരു പ്രത്യേക പൂജ ചെയ്യാനുണ്ട്. എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ, ഒരുപാട് സ്ഥലത്ത് പോകാനുണ്ട്. ഇത് പൂജയുടെ ചടങ്ങാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.